ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയപ്പോൾ ശ്രീകൃഷ്ണൻ ആരാധിച്ചു വന്നിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ 4 ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം അദ്ദേഹത്തിന് മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ ലഭിച്ചുവത്രേ. പ്രഗത്ഭ ജ്യോതിഷികളുമായി കൂടിയാലോചിച്ച് അദ്ദേഹം തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും, തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും, കുലീബിനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും, ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട, പൂർണ്ണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രവും, ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രവും പ്രതിഷ്ഠ നടത്തി എന്ന് പറയപ്പെടുന്നു. പണ്ടുകാലത്ത് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നും ആ കാലഘട്ടത്തിലാണ് കുലീബിനി മഹർഷി